കുറച്ച് കാലമായി തോന്നുന്നു പോക്കോയുടെ ഒരു ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട്. പോക്കോ ഇപ്പോൾ ഇതാ ഒരു പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ഫോണുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു. പോക്കോ C85 എന്ന് പറയുന്ന 5G ഫോൺ. പോക്കോ അടുത്തിടെ ആയിട്ട് വളരെ അഗ്രസീവ് ആയിട്ടാണ് അവരുടെ ഓരോ ഫോണുകളെയും പ്രൈസിങ് ഇറക്കുന്നത്. C സീരീസ് എന്ന് പറയുന്ന അവരുടെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ഒരു ഫോണാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൈസ് ഒരു അണ്ടർ 15,000 ആയിരിക്കും വരുന്നത്. ഇതിന്റെ പ്രത്യേകത 6000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, MediaTek Dimensity 6300 എന്ന് പറയുന്ന പ്രോസസർ, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, 8 മെഗാ പിക്സൽ സെൽഫി സെൻസർ, IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് എന്നിവയാണ് ഈ ഫോണിന്റെ പ്രത്യേകത. ഏതാണ്ട് ഈ ഫോണിനുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആൾറെഡി ബോക്സിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിരുന്നു, പറഞ്ഞു കഴിഞ്ഞു. ഫോൺ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. മെയിനായിട്ട് ഇതായിരിക്കുന്നു ഫോൺ. അതിലേക്ക് വരാം. വേറെ ഉള്ളത് സിം ഇജക്ടർ പിൻ. ആ പേപ്പർ ബോക്സ് ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് കൊടുക്കാമായിരുന്നു. സിം ഇജക്ടർ പിൻ, കേസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂസർ മാനുവൽ. നേരത്തെയൊക്കെയുള്ള ഫോണുകളൊക്കെ 2 പേപ്പർ കാണുമായിരുന്നു. ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ഇൻഫർമേഷൻ, 2 സാധനങ്ങൾ കാണും. ഇപ്പോൾ ഒറ്റ പേപ്പറേ വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല. എനിവേ ഇതാണ് അതിൻ്റെ ഒരു കേസ്. കുഴപ്പമില്ലാത്ത കേസ്. അങ്ങ് ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഒരു ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമായിട്ടുള്ളൊരു കേസ്. ഇത്രയാണ് ആ ഒരു പേപ്പർ ബോക്സിനകത്തുള്ളത്. 33 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി A to C ചാർജിങ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇവിടെ ഇത്രയും ഭാഗം അവർ വെറുതെ മടക്കി വെച്ച് സ്പേസ് കളഞ്ഞിരിക്കുന്നു. യെസ്, നമുക്ക് ഫോൺ കാണാം. ഇത്തിരി വെയിറ്റ് ഉണ്ട്, ശക്കല. ഇതാണ് പോക്കോയുടെ C85 എന്ന് പറയുന്ന ബജറ്റ് ഫ്രണ്ട്ലി ഫോൺ. പോക്കോയുടെ സാധാരണ ഫോണുകളൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കളർ തന്നെയാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ പ്ലാസ്റ്റിക് ഫീല് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതുപോലെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ഈ ഒരു ഫോൺ നല്ല പ്രൈസിങ്ങിലായിരിക്കും പോക്കോ സെല്ല് ചെയ്യുന്നത്. പ്രൈസിങ് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും കാര്യം ബെസ്റ്റ് പ്രൈസിങ്ങിലാണ് എപ്പോഴും പോക്കോ ഫോണുകൾ വരുന്നത്. ബാക്കിൽ 2 ക്യാമറ, LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വല സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ആണുള്ളത്. മുകളിൽ ഒന്നുമില്ല. അതുപോലെ സിം ട്രേ ഈ ഒരു ഭാഗത്ത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. Type C ചാർജിംഗ് പോർട്ട്. ഈ ഒരു ഫോണിന് 7.99 mm തിക്നെസ് ആണ്. ഏകദേശം 8 mm അടുത്തുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു ഫോണാണ്. അതുപോലെ ഈ ബാക്ക് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിന്റ് നല്ല രീതിയിൽ ഈ ഒരു ഫോണിന്റെ ബാക്കിൽ പതിയുന്നുണ്ട് എന്നുള്ളത് ഓർമ്മയാണ്. വലിയൊരു ക്യാമറ മൊഡ്യൂളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 2 ക്യാമറകളെ ആ ഒരു വലിയ ക്യാമറ മൊഡ്യൂളിൽ ഉള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 2025 വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് വരുന്ന ഫോണുകൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടോ ഈ ഫോണിന് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബസ്സിലൊക്കെ കണ്ടില്ലേ, അത് ഓവറായിട്ടുള്ള ഒരു ബസ്സിൽ എബോ ആവറേജ് ബസ്സൽസ് ആണ് നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. HD+ റെസൊല്യൂഷനേ ഉള്ളൂ ഈ ഒരു ഫോൺ. അത് പക്ഷേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു 15,000 താഴെ എന്ന് പറഞ്ഞാൽ ഒരു 10-11 ആ പ്രൈസ് റേഞ്ചിലൊക്കെ കൊടുത്തെങ്കിലേ കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡിസ്പ്ലേ വിഭാഗം കാര്യമായിട്ട് നിരാശപ്പെടുത്തി ഈ ഒരു ഫോണിലെന്ന് വേണം പറയാം. മീഡിയാടെക്കിന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോൺ കരുത്ത് വരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന പല ഫോണുകളിലും നമ്മൾ ഇതേ പ്രോസർ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് C85 എന്ന് പറയുന്ന പോക്കോ ഫോൺ, ഇതുപോലെ തന്നെ റിയൽമിയുടെ C85 എന്ന് പറയുന്ന വേറൊരു ഫോൺ ഉണ്ടായിരുന്നു. അതിലും സെയിം പ്രോസറാണ് കൊടുത്തിരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. യഥാർത്ഥത്തിൽ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ഒരു 10,000 റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. ഇതിന്റെ AnTuTu സ്കോർ ഒന്ന് ആദ്യം പരിശോധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ഫോണല്ലേ എന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 5,54,000 ഒരു AnTuTu സ്കോറാണ്. അതായത് ഈ ഒരു 10,000 പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു AnTuTu സ്കോറാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന നിരവധി ഫോണിൽ കാണുന്ന ഒരു പ്രോസറാണ് ഈ മീഡിയാടെക്കിന്റെ Dimensity 6300 പ്രോസർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. 10,000 റേഞ്ച് ആണെങ്കിലും യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂസോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ സെഗ്മെന്റിലും മികച്ച പെർഫോമൻസ് ഉള്ള ഫോണുകളാണ് സാധാരണ പോക്കോ പുറത്തിറക്കുന്നത്. അതുപോലെയുള്ള ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയാണ് പോക്കോ C85 എന്ന് പറയേണ്ടി വരും. 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും വരെ ഇതിന് വേരിയന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR4X ആണ്. സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് UFS 2.2 ആണ്. ഈ ഒരു ഡിവൈസിൽ നമ്മൾ BGM ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ എന്ന് വേണം പറയാം. കാരണം ഇതിന്റെ AnTuTu ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ബിലോ ആവറേജ് ഗെയിമിംഗ് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണെന്ന്. അത്തരത്തിലുള്ള ഒരു ഗെയിമിംഗ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് തരുന്നത്. നമുക്കൊരു കാഷ്വൽ ഗെയിമിംഗ്, ഇപ്പം എവിടെയെങ്കിലും നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോഴോ ട്രെയിൻ കാത്ത് നിൽക്കുമ്പോഴോ കാഷ്വലി കുറച്ച് നേരം ഗെയിം കളിക്കണമെന്ന് വെച്ചാൽ അത് ഈ ഒരു ഡിവൈസിൽ സാധ്യമാവും. അല്ലാതൊരു ഗെയിമിംഗ് പർപ്പസിനൊന്നും ഈ ഒരു ഡിവൈസ് നോക്കുക വേണ്ട. 6000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ തന്നെ 7000 mAh ബാറ്ററിയൊക്കെ റിയൽമി ഫോണുകളിൽ വരുന്നുണ്ടെന്നുള്ളതും ഓർമ്മ വേണം. ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ മാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി എടുക്കാൻ ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 8 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് നോക്കി ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്നേ പറയാൻ പറ്റും. അല്ലാതെ വലിയൊരു വൗ പെർഫോമൻസ് ഒന്നും
ഒന്നും ഇതിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നില്ല. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് വലിയ കുറ്റം പറയാൻ പറ്റാത്ത, വലിയ പരിക്കുകളില്ലാത്ത ഫോട്ടോയും വീഡിയോയും എന്നേ പറയാൻ പറ്റൂ. സെൽഫി ഫോട്ടോ എടുത്ത് നോക്കി, സെൽഫി വീഡിയോ എടുത്ത് നോക്കി, ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോ എടുത്ത് നോക്കി. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ സാധാരണ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. 15,000 പ്രൈസ് റേഞ്ച് പോലും വൈഡ് ആംഗിൾ ക്യാമറ വളരെ കുറഞ്ഞ ഫോണുകളിലേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തും വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ HD 30 FPS വീഡിയോകൾ മാത്രമാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K വീഡിയോ കേപ്പബിലിറ്റി ഒന്നും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അതും ഫുൾ HD 30 FPS വീഡിയോകളാണ് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് പോലും മാക്സിമം നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ഈ പ്രൈസ് റേഞ്ചിൽ ഇതൊന്നും വലിയ കുറ്റമല്ല എന്ന് പറയേണ്ടി വരും. ആൻഡ്രോയിഡ് 15 ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. അതുപോലെ ഷവോമിയുടെ HyperOS 2.2 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ, അതായത് ആൻഡ്രോയിഡ് 17 വരെ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അപ്പോൾ 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് 15 16 ആൾറെഡി പല ഫോണിലും ഇപ്പോൾ തന്നെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ആൻഡ്രോയിഡ് 16 പോകുമായിരിക്കും. പിന്നെ ചുരുക്കത്തിൽ ഒരു അപ്ഡേറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും 17 വരെ പോകുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ മോണോ സ്പീക്കറാണ്, അതും എന്നെ കാര്യമായിട്ട് ഈ ഒരു ഫോണിൽ നിരാശപ്പെടുത്തുകയാണ്. ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ NFC സപ്പോർട്ടോ IR ബ്ലാസ്റ്ററോ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോൺ 10,000 രൂപയിൽ താഴെയൊക്കെ കൊടുത്തെങ്കിൽ വർത്താവൂ. അല്ലാതെ 10-നും 15-നും ഇടയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് എങ്കിൽ ഈ ഒരു ഫോൺ വാട്ടർ ഡ്രോപ്പിന് വെച്ചൊക്കെ എത്ര പേര് മേടിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില സത്യത്തിൽ അറിയത്തില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ വിശേഷമായിട്ട്, ഇതിൽ നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.